വിമാനങ്ങൾ. പക്ഷേ നമ്മുടെ കുട്ടികൾ ഇതൊന്നും അറിയരുത്. അമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ വീട്ടിലും ഷെല്ലുകൾ എറിയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ചുമ്മാ പറഞ്ഞോ, അങ്ങനൊന്നും ആരും ചെയ്യില്ല, മനസ്സിലായോ? അഥവാ അവര് ഷെല്ലുകൾ ഇട്ടിരുന്നെങ്കിൽ പോലും അച്ഛൻ ഇതിന് വാങ്ങി തന്ന എന്റെ തോക്കുണ്ട്. ഞാൻ അതിർത്തി എല്ലാരും വെടിവെച്ച് കൊല്ലും. രാജാവ് ഉത്തരവിറക്കിയിരിക്കുന്നു. ഒത്തുചേരലുകൾ അനുവദിക്കുന്നതല്ല. അങ്ങനെ ഒരു ദിവസം അവരൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. എങ്ങോട്ട്? അങ്ങ് ദൂരെ. അങ്ങനെ യാത്ര തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ വലിയൊരു കാറ്റ് വീശി. കാറ്റത്ത് കരിയില പാറിപ്പോയി. അപ്പൊ മണ്ണാങ്കട്ട കരിയിലയുടെ പുറത്ത് കയറി കരിയിലയെ പാറിപ്പോകാതെ രക്ഷിച്ചു. വീണ്ടും യാത്ര തുടർന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴോ വലിയൊരു മഴ പെയ്തപ്പോ മണ്ണാങ്കട്ട ആകെ പേടിച്ചു. മണ്ണാങ്കട്ട അലിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പൊ കരിയില മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി മണ്ണാങ്കട്ടയെ രക്ഷിച്ചു. വീണ്ടും അവർ യാത്ര തുടർന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ കാറ്റും മഴയും വരാൻ തുടങ്ങി. അങ്ങനെ അതില് മണ്ണാങ്കട്ട അലിഞ്ഞും പോയി, പോയി. അതിനുശേഷം ഒരു കരിയിലെയും മണ്ണാങ്കട്ടയും വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അവരിങ്ങനെ വീട്ടിനകത്ത് കിടന്നു. ഏതാണ് സുന്ദരി? ഇതിനു മുമ്പ് നിന്നെ പോലെ ഒരുവളെ ഞാൻ ഈ തെരുവിലെങ്ങും കണ്ടതേയില്ല. ഏതവനെയും വശീകരിക്കുന്ന കരിമഷിപ്പുരണ്ട നിന്റെ ഈ കണ്ണുകളിൽ കാന്തിയത, ചെറുപ്പം തുളുമുന്ന നിന്റെ ഈ കവിളുകൾ, പോലെ ചുവന്നു കൊടുത്ത നിന്റെ ചുണ്ടുകൾ, നിന്റെ ഈ വട്ടമേന്മ എന്നെ വല്ലാതെ മത്തു പിടിപ്പിക്കുന്നു. പെണ്ണെ, നീ എന്റെ കൂടെ പോരുന്നു. പേടിച്ചോ? പേടിക്കണ്ട, പേടിച്ചു. അങ്ങനെ കറങ്ങി കറങ്ങി വിശക്കുമ്പോൾ ഇവിടെ കിട്ടാവുന്ന
ഭക്ഷണങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞ മധുരം എരിവുള്ളത് പിന്നെ 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 അടങ്ങാൻ ആ കണ്ണടക്ക് കണ്ണടക്ക് നാവ് തുറക്ക് നാവ് തുറക്ക് പുളിയുള്ളത് അങ്ങനെ പൂവിന് ചുറ്റും തേന്നു വരുന്ന പൂമ്പാറ്റകളെ പോലെ നമുക്കിവിടെ പാറി 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 നടക്കാം. നോക്ക്. ഏട്ടറേ. അയ്യോ ഞാൻ കണ്ടോട്ടെ പിന്നെ പിടിച്ചോ. യാ! പിടിച്ചു പിടിച്ചു. ഓ मेरे सपनों की रानी कब आएंगी तू ये रुत मस्तानी कब आएंगी तू इतनी जाए रानी कब आएंगी तू चलिया तू चलिया അങ്ങ് ദൂരേക്ക് നോക്ക്. അവിടെ കുന്നുകൾ പോലെ കെട്ടിക്കിടക്കുന്ന കെട്ടിടങ്ങൾ നീ കാണുന്നുണ്ടോ? ഇനി അതൊക്കെ കാണാൻ കിടക്കുന്നു. നിങ്ങൾക്കറിയോ, ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവളെ പോലൊരു കിളുന്തിനെ ഞാൻ ഇതുവരെ തൊട്ടതേ ഇല്ല. ഇവൾ തൊട്ടാ പൊട്ടുന്ന ഒരു ഒട്ടാസം. ഇവളെ ഇന്ന് ഞാൻ എന്നെ കടൽ കാണാൻ കൊണ്ടുപോ. ഇപ്പോഴും ആ ഞാൻ ഇതുവരെ കടൽ കണ്ടിട്ടില്ല. നമ്മളിപ്പോ ഇങ്ങനെ എത്തിയല്ലേ ഉള്ളൂ. എനിക്ക് കടൽ കാണാൻ എന്ത് ഇഷ്ടാന്നറിയോ. കൊണ്ടുപോ ശരി, പിടിച്ചിരുന്നോ? ആ നമ്മൾ പോകാൻ പോകുന്നു. പിടിച്ചോ. ഞാൻ എനിക്ക് വെള്ളം അലർജി. ഞാനില്ല. ഉണ്ടല്ലേ ഉണ്ടല്ലേ. എനിക്ക് വെള്ളം അലർജിയാണെന്ന് പറഞ്ഞില്ലേ. പിന്നെ കാമുകനും കാമുകനും ഒരു ഭാര്യയും ഭർത്താവും. മതി, നിർത്ത്. ഇവിടെ ഒരു ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇത്രയൊക്കെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തിയോ? ലാസ്റ്റ് ആണ് അതൊരു അപ്പൂപ്പന് വന്നു. അതല്ല അതിന്റെ അപ്പുറത്തുള്ളത്. അത് ഏതോ ഒരുത്തൻ സ്ട്രീറ്റ് ഫുഡ് വാങ്ങി കഴിക്കുന്ന. അയ്യോ നോക്കി നോക്കി ആ ചേട്ടൻ കഴിക്കുന്ന നോക്കി. എനിക്കത് വാങ്ങിച്ചു തരോ? ചേട്ടാ ചേട്ടാ ആ, കൊച്ചു വെക്കണ്ട. ചേട്ടാ വാങ്ങിച്ച് നോക്കി, ആ. ചേട്ടാ ചേട്ടാ അയ്യോ എനിക്ക് താ. പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. അയ്യോ, ആ. പിടിച്ചേ. ഇഷ്ടമായോ? എനിക്ക് താ. അയ്യോ. അയ്യോ. ഇഷ്ടമായോ? ഇറക്കിയിട്ട് സംസാരിക്കും. ആ. ഇനി വേണം. എന്നാ കൊണ്ടുപോ, വേഗം കൊണ്ടുപോ. മീശ പിന്നെ ഇങ്ങനെ എല്ലാവർക്കും എങ്ങനെ ഇരിക്കും? ഈ തൊപ്പി പുതിയതാണോ? ഞാൻ വെച്ചെടുക്കട്ടെ. എന്നാ ഒന്ന് മാറ്റാം. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? വാ ഇവിടെ ഇരി. എന്നെ കൊണ്ട് വാ, വയ്യ. വാ ഇവിടെ ഇരിക്ക്, ഇരിക്ക്, ഇരിക്ക്. ഇപ്പൊ ഇത് പിടിച്ചേ. തിരിച്ച് തരണേ. ആ. അനങ്ങല്ലേ? ആ. അനങ്ങല്ലേ? ഇല്ലെന്ന്. ഓ,
ഉണ്ടേ? ഒന്ന് വണ്ടി കയറി. വണ്ടി കയറി. എനിക്ക് ഉറക്കം വരുവാ. ഇപ്പോഴോ? കുറച്ചേരം ഞാൻ ഉറങ്ങിക്കോട്ടെ. ഇനി രാത്രി ആയില്ലല്ലോ. കുറച്ചേരം. എന്നാ ഉറങ്ങ്. ഉറങ്ങ് കേട്ടോ. ഇവളെന്റെ ആരുമല്ല. ഛേ! ഇവളെന്റെ ആരുമല്ല. പെട്ടെന്ന് എന്റെ കൊച്ചിന് ഓർമ്മ വന്നു. ചില സമയത്തുള്ള ഇവളുടെ കളിയും ചിരിയും കുസൃതിയൊക്കെ കാണുമ്പോണ്ടല്ലോ അവളെ പോലെ തന്നെ അല്ല, അവള് തന്നെ, അവള് തന്നെ. കുറച്ചു മുമ്പ് വരെ ഞാൻ ഈ കൊച്ചിനെ കുറിച്ച് എന്തൊക്കെയാ സങ്കല്പിച്ചു കൂട്ടിയെ. അത് ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. എന്റെ മുകളുടെ അതേ കാലുകൾ, സുന്ദരിയാട്ടോ. ഇതൊന്നും സുന്ദരിയല്ല, ഒരുപാട് ഉയർത്തി പറക്കേണ്ട ഒരു സുന്ദരി മാലാഖയാണ്. ഞാനിന്ന് കാണാത്ത ലോകത്തെ ഇവിടെ എനിക്ക് കാണിച്ചു. എനിക്ക് എനിക്ക് ഇവിടെ അമ്മയുടെ അടുത്ത് സുരക്ഷിതമായിരിക്കണം. അതെ, എനിക്ക് ഇവിടെ അമ്മയുടെ അടുത്ത് സുരക്ഷിതമായിരിക്കണം. കമ്പോറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പം കൽക്കണ്ട കുന്നൊന്നും കാണായി വരും. കൽക്കണ്ട കുന്നിന്റെ ഉച്ചിയിൽ ചെല്ലുമ്പം അമ്പിളി തമ്പ്രാന്റെ കോലവും കാണാം. ആ കോലോത്തെത്തുമ്പോ അവിടെ എന്തൊരു രസമെന്നോ, അവിടെ പാൽക്കാവടിയുണ്ട്, അരികിൽ പായസപ്പുഴയുണ്ട്, അവിടെ കാത്തു കാത്തോരമ്മയുണ്ട്.
കിടക്കുന്ന ആ മണ്ണിന് ഒരു പ്രത്യേക ഗന്ധം തന്നെയായിരുന്നു. പെട്ടെന്ന് കയറി വന്ന തണുപ്പിനെയും മഴയെയും ഞാൻ എന്റെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് ഇതേപോലെ നോക്കിക്കൊണ്ടേയിരുന്നു. ഇലകളിൽ നിന്ന് ഊർന്നൂർന്നു വീഴുന്ന മഴത്തുള്ളികൾ നിലം തൊടാതെ എവിടെയോ പതിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു പൂച്ചൻ കുട പോലെ നിവർന്നു നിൽക്കുന്ന ആ മരത്തിനടിയിലേക്ക് ഞാൻ എന്റെ കണ്ണുകൾ ഓടിച്ചു. അവിടെ നനഞ്ഞു കുളിച്ച ഒരു കിളിയെ പോലെ ഒരുവളെ ഞാൻ കണ്ടു. അവളുടെ തലയിലും കഴുത്തിലുമൊക്കെ മഴത്തുള്ളികൾ ഉമ്മ വയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അവളെ നോക്കി. എന്റെ നോട്ടം അവളെ അസ്വസ്ഥമാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മെല്ലെ അവളെ മുകളിലേക്ക് വിളിച്ചു. അവൾ ആരാ എന്താ ഒന്നും ഞാൻ ചോദിച്ചില്ല. ആണോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. നനഞ്ഞു കുളിച്ച് ഇവളെ മൊത്തത്തിൽ ഞാൻ നോക്കി. ഇവളെ ദേഹത്തു നിന്ന് മഴത്തുള്ളികൾ തട്ടിക്കളിയുന്നുണ്ടായിരുന്നു. ഇവൾ പതിയെ വസ്ത്രം മാറാൻ നിന്നപ്പോൾ ഞാൻ എന്റെ മുണ്ട് അവൾക്ക് ഊരി കൊടുത്തു. അവൾക്ക് ജലദോഷമോ പനിയോ ഒന്നും പിടിക്കണം എന്ന് കരുതി മാത്രമാണ് ചെയ്തത്. അപ്പോഴും ഞാൻ അവളോട് ഒരു വാക്ക് പോലും സംസാരിച്ചിരുന്നില്ല. അവളും പതിയെ അവളെ വസ്ത്രങ്ങൾ ഊരി മാറ്റാൻ നിന്ന സമയത്ത് അതെ നാരങ്ങപ്പാല് ചൂട്ടക്കൽ 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഇഷ്ടപ്പെട്ടി പോകുന്ന നാരങ്ങപ്പാല് ചൂട്ടക്കിൽ 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഇഷ്ടപ്പെട്ടി പോകുന്ന അന്ന് അവൾ പോയ ശേഷം എനിക്ക് ചുറ്റും അവളുടെ മണം മാത്രമായിരുന്നു. ഒരുപാട് മഴക്കാലങ്ങൾ കടന്നുപോയി. എന്റെ ജീവിതത്തിൽ എനിക്കൊരു പുതിയ പങ്കാളി തന്നെ വന്നു. അവൾക്കാണെങ്കിൽ എന്നെയുടെയും വില കൂടിയ സുഗന്ധദ്രവ്യങ്ങളുടെയും മണം മാത്രമായിരുന്നു. അപ്പോഴും ഞാൻ എന്റെ ഭാര്യയിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അവളുടെ മണത്തെയാണ്. അത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ജീവിതത്തിന്റെ ഘടന തന്നെ മാറി തുടങ്ങിയിരുന്നു.
ഒരു കെട്ടിൽ സ്ഥാനത്ത് രണ്ട് കെട്ടിൽ, രണ്ട് അലമാര. അപ്പോഴും ആ മണം എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. എന്റെ ഭാര്യയുടെ ശരീരത്തിൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ മണത്തെ. എന്റെ ഭാര്യയുടെ ശരീരത്തിൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ മണത്തെയാണ്. കടന്നു വരൂ. ഇവിടെ വേണം. ഒരു 500 രൂപ. നോക്ക്, ഇതുപോലൊരു സുന്ദരിയെ നിങ്ങൾക്ക് ഈ രാത്രി ഇനി കിട്ടാനേ പോടില്ല. ഞാൻ പറഞ്ഞേണ്ടത് പറഞ്ഞു. ചേട്ടന് താല്പര്യമുണ്ടോ? പറ. കണ്ടാൽ അറിയാം. വരൂന്നേ. നോക്ക്. വേണം. ഇപ്പൊ വേണമെങ്കിൽ ഒരു 500 എന്തേ? നിന്നെ കണ്ടാൽ അറിയാം നിനക്ക് നല്ല താല്പര്യമുണ്ടെന്ന്. സുന്ദരി, എണീറ്റ് വാ. അങ്ങനെ നോക്കിക്കോ. നന്നായിട്ട്. സുന്ദരി, എണീറ്റ് വാ. എന്റെ ഇന്നത്തെ ആള് വന്നിട്ടുണ്ട്. നേരെ നിക്ക്. ചിരിക്ക്. അങ്ങനെ എന്നിട്ട് അങ്ങനെ നോക്ക്. എന്നിട്ട് കൈ കൊണ്ട് മാടി പിടിക്ക്. എന്നാ പിന്നെ ഉറപ്പിച്ചാ. എനിക്ക് ഉറങ്ങണം. ഇങ്ങനെ ഉറങ്ങി തൂങ്ങല്ലേ. എന്നോട് കുറച്ച് ദയ കാണിക്കും. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് ഉറങ്ങാൻ വിട്. എനിക്ക് ഉറങ്ങണം. ഇവിടെ വന്നേ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. 2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് അത് കഴിഞ്ഞാൽ നിനക്ക് എത്ര വേണമെങ്കിലും ഉറങ്ങാലോ. വാ, എണീറ്റ് നിൽക്ക്. എണീറ്റ് നിൽക്കാൻ. എന്നാ പിന്നെ ഉറപ്പിച്ചാണ് 500 ഉറപ്പിക്കാൻ പോവാണേ. 500 ഒരു തരം,
500 2 തരം, 500 3 തരം. ആരും ഇല്ലല്ലോ അല്ലേ? കോളടിച്ചല്ലോടാ. എന്താ നിന്റെ പേര്? നോക്ക്, നിങ്ങളുടെ പ്രശ്നം എന്താ പറ. നിങ്ങളുടെ വീട് എവിടെയാന്ന് പറ, ഞാൻ അവനെ കൊണ്ടുവിടാം. ഇവള് സുന്ദരിയാണ്, എനിക്കറിയില്ല. ഇവള് ചെറുപ്പമാണ്, അതും എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നും അറിയാമല്ലോ, ഇവളെ വീട്ടിൽ കൊണ്ടാണ്. അവൻ ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ അവനെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ. സുന്ദരി, സുന്ദരി, നീ ഇവിടെ വന്ന് കിടക്കണം. എനിക്ക് നിനക്ക് ഞാനൊരു പുതിയ ക്ലൈന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ചില്ലറക്കാരനല്ല, അവൻ നല്ല പൂത്ത പണക്കാരൻ. എനിക്ക് ഉറപ്പാ അവൻ നിനക്ക് ഇതുവരെ തരാത്ത പണം തരും. വാ, എണീറ്റ് വാ. ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം. എണീറ്റ് വരാനല്ലേ നിന്നോട് ഈ പറഞ്ഞു. പറഞ്ഞാ മനസ്സിലാവില്ലേ? എനിക്ക് ഉറങ്ങണം. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത് എന്നൊക്കെ നിനക്കറിയാവുന്നല്ലേ. പൂച്ചയുടെ ജീവിതം പൊട്ടണി കൊണ്ട് ചാവട്ടെ മുഴുവൻ. ഇവിടെ വന്ന പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഉറങ്ങണം. നീ എണീറ്റില്ലേ? പൈസ ഞണ്ണിട്ട് നക്കി തളച്ചിരുന്നാ പോരടി. നീ എന്നെ ഉണ്ടാക്കാൻ വരുന്നോടി ഊറി. നീ എന്താടി നോക്കി പേടിപ്പിക്കുന്നേ?
വർഷങ്ങളായിട്ടും എനിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എന്റെ ഒരു സുഹൃത്ത് വീട്ടിൽ എന്ന് പറഞ്ഞു, ഷഹഡോൾ സാഹിബിന്റെ ആശ്രമത്തിൽ പോയാൽ നിനക്ക് കുട്ടികൾ ഉണ്ടാവും. പക്ഷേ എന്റെ ആദ്യത്തെ കുഞ്ഞിനെ അവർക്ക് നൽകണം. എന്നാലും അമ്മയാകാനുള്ള എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങോട്ട് യാത്ര തിരിച്ചു. അവിടെ ചെന്നപ്പോ ഞാൻ കണ്ട കാഴ്ച, ഷഹഡോളിലെ എലികൾ ഇങ്ങനെ ചെറിയ തലയുമായി മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന കുറേ കുഞ്ഞുങ്ങൾ, ആരുടെക്കോ ഇഷ്ടത്തിന് പാവയെ പോലെ ചലിക്കുന്നവർ. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഞാൻ പിന്തിരിഞ്ഞില്ല. അങ്ങനെ അവിടെ ചെന്ന് മാസങ്ങൾക്കൊടുവിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. കവിളിൽ കറുത്ത മറുകുള്ള ഒരു സുന്ദര കുട്ടി. അവന്റെ മറുകില് ഞാൻ ഇങ്ങനെ ഉമ്മ വെച്ച് കൊതി തീരും മുമ്പേ അവരവരെ എന്റെ അടുത്തൊന്ന് പറിച്ചെടുത്തോണ്ട് പോയി. പിന്നീട് ഒരു വർഷക്കാലം ജീവിതത്തിനും മരണത്തിനുമിടയിൽ അവന്റെ കവിളിലെ കറുത്ത മറുക്, അതിൽ ഞാൻ വെച്ച ഉമ്മകൾ, ഓർമ്മകൾ എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അവനെ അന്വേഷിച്ചു. അവസാനം എന്റെ ഹൃദയത്തിൽ ഞാൻ ഒരു ശവകുടീരം പണിത് ഏറ്റവും മനോഹരമായ സങ്കല്പത്തിലെ പൂക്കൾ കൊണ്ടത് അലങ്കരിച്ച് പൂട്ടി. പിന്നീട് എനിക്ക് 3 കുട്ടികളുണ്ടായി, ഒരു പെണ്ണും 2 ആണും. അങ്ങനെ ഞാൻ അവരെ കളിപ്പിച്ച് കുളിപ്പിച്ച് കാലം അങ്ങനെ കടന്നുപോയി. എനിക്ക് അവനെ മറക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം എന്റെ കുട്ടികൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു, അമ്മ അവിടെ പുറത്ത് തമാശ നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കാണാൻ പോണം. ഞാൻ പറഞ്ഞു ശരി, അവരെ ഇങ്ങ് വിളിച്ചിട്ട് വാ, പക്ഷെ വീടിന് പുറത്ത് നിർത്തണം, ആരെയും വീടിനകത്ത് കയറ്റരുത്, മനസ്സിലായോ? അങ്ങനെ അവര് തമാശ കാണാം. ഞാൻ പൈസ എടുത്ത് അവരുടെ പുറകെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ അതാ ഷഹഡോളിലെ ഒരു എലി. പക്ഷെ അവന്റെ കവളില് ഞാൻ അവന്റെ കൈക്ക് പിടിച്ച് വീടിനകത്തേക്ക് ഓടി. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഞാൻ നിന്റെ അമ്മയാണ്. അവനൊന്നും മനസ്സിലാവാതെ ഒരു പൊട്ടനെ പോലെ ഷർട്ടിന്റെ കൈ കൊണ്ട് മൂക്കളയും തുടച്ച് എന്റെ മുമ്പിൽ അങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക. ഞാൻ എന്നിട്ട് പുറത്തേക്ക് ഓടി. അവനെ ഈ അവസ്ഥയിലാക്കി അവന്റെ കയ്യിൽ നിന്ന് അവനെ തിരിച്ചു വാങ്ങാൻ. അവനെ വാങ്ങി ഞാൻ അവനെ കാണാൻ വീണ്ടും അകത്തേക്ക് ഓടി. അവിടെ അവനില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ തേടിക്കൊണ്ടേയിരുന്നു, ഒരിക്കലും കണ്ടു കിട്ടാതെ. എന്റെ ഉദരം അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലും കണ്ടു കിട്ടാതെ. മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നു കഴിഞ്ഞു കഷ്ടായി. മിഠായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നു കഴിഞ്ഞു കഷ്ടായി. കുളിച്ചേ കണ്ടു, പഠിച്ചേ
കഴിഞ്ഞു, കഷ്ടായി. മിഠായി മിഠായി തിന്നുമ്പോൾ മിഠായി തിന്നു കഴിഞ്ഞു, കഷ്ടായി. മിഠായി മിഠായി തിന്നുമ്പോൾ മിഠായി തിന്നു കഴിഞ്ഞു, കഷ്ടായി. കഴിഞ്ഞു, കഷ്ടായി. മിഠായി മിഠായി തിന്നുമ്പോൾ മിഠായി തിന്നു കഴിഞ്ഞു, കഷ്ടായി. മിഠായി തിന്നുമ്പോൾ മിഠായി തിന്നു കഴിഞ്ഞു, കഷ്ടായി. പോലെ ഒറ്റപ്പെട്ട ഒരു നായയുടെ കഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കരിഞ്ഞു വീണ താമര ഇതളുകൾക്ക് പോലും ഇടിമില്ലിന്റെ ഗന്ധം. ഒരു സൈനിക ക്യാമ്പിൽ നിന്ന് പ്രതീക്ഷയുടെ ഗാനം. ജീവിതം എന്നത് സ്നേഹം മാത്രമായിരുന്നെങ്കിൽ, യുദ്ധമൊന്നും ഇല്ലാതിരുന്നെങ്കിൽ എത്ര സുന്ദരമാണ് ലോകം. തന്റെ വിരസത മാറ്റാൻ സുബേദാർ ഹർനത് സിംഗ് ഉച്ചത്തിൽ പാടി. പെട്ടെന്നൊരു ശബ്ദം. ശബ്ദം കേട്ടതിലേക്ക് ഹർനത് സിംഗ് ഓടി. അതാ ആ കുറ്റിക്കാട്ടിൽ ഒരു നായ. അതിനെ കയ്യോടെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനൊരു പേര് വിളിച്ചു. ജുൻജുൻ, ചപ്പൻ ജുൻജുൻ. എന്നിട്ട് അവൻ അവന്റെ സഹപ്രവർത്തകർക്ക് അവനെ പരിചയപ്പെടുത്തി. അവർ വളരെ സ്നേഹത്തോടെ അവനെ വരവേറ്റു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് കഷ്ണങ്ങൾ അവന് നൽകി. അവിടെ സന്തോഷം തിരതല്ലി. പെട്ടെന്ന് ഇടിവെട്ടുന്ന ബൂട്ടിന്റെ ശബ്ദമായി അവന്റെ സൈനിക മേധാവി അങ്ങോട്ട് കയറി വന്ന്, എന്താ ഇവിടെ ഒരു ബഹളം?
കയറണം. അതിപ്പോ ഇനി ഒരു നായയാണെങ്കിൽ ഇത് കേട്ട നായ ഒന്ന് മടങ്ങി. ഹർനറ്റ് സിംഗ് തന്റെ രാജ്യത്തിന്റെ പേരെഴുതിയ ഒരു മാല ജുൻജിന്റെ കഴുത്തിലിരുന്നു. അതോടെ വലിയ കലാപങ്ങളില്ലാതെ ആ പ്രശ്നം വളർന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം ഇതേ നായ അയൽ രാജ്യത്തെ ക്യാമ്പിലൂടെ അലഞ്ഞു നടന്നു. മനുഷ്യർക്കിടയിൽ മനുഷ്യനുണ്ടാക്കി തീർത്ത അതിർവരമ്പുകളെ കുറിച്ച് പാവം നായക്കെന്തറിയാൻ. അവൻ കൂസലില്ലാതെ നടന്നു നീങ്ങി സൈനികരുടെ ഇടയിലേക്ക് ചെന്നു കയറി. അവന്റെ യജമാനൻ ഹിമ്മത്ത് ഖാൻ അവനെ കണ്ടതും അലറി, "ഈ എന്നലെ ആരുടെ ഷൂ നക്കാൻ പോയതാടാ നായ?" ഇത് കേട്ട നായ പേടിച്ചു മൂങ്ങിക്കൊണ്ട് ഹിമ്മത്ത് ഖാന്റെ ഷൂ നക്കി തുടച്ചു. ഹിമ്മത്ത് ഖാന്റെ കണ്ണുകൾ പെട്ടെന്ന് അവന്റെ മാലയിൽ ഉടക്കി. അത് കണ്ട ഹിമ്മത്ത് ഖാൻ അരിശമൂത്ത് ഹിമ്മത്ത് ഖാൻ അവനെ പൊതിരെ 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 തല്ലി. അവൻ തല്ലുകൊണ്ട് അവശനായി അവിടെ കിടന്നു. പെട്ടെന്ന് ഹിമ്മത്ത് ഖാന്റെ കുരുട്ടു ബുദ്ധിയിൽ ഒരു കുതന്ത്രം തുടങ്ങി. ഹിമ്മത്ത് ഖാൻ നായയുടെ കഴുത്തിലെ മാല വലിച്ചൂരി കളഞ്ഞിട്ട് തന്റെ രാജ്യത്തിന്റെ പേരെഴുതിയ ഒരു പുതിയ മാല അവൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നായയോട് പറഞ്ഞു, "ഓടണം നായ അപ്പുറത്തെ അതിർത്തിയിലേക്ക്." എന്നാൽ നായ അനങ്ങാതെ അവിടെ തന്നെ നിൽപ്പുറപ്പിച്ച് അങ്ങനെ നിന്നു. ഹിമ്മത്ത് ഖാന്റെ ചോര തിളച്ച് കയറി. ഹിമ്മത്ത് ഖാന്റെ റിവോൾവർ എടുത്ത് ആകാശത്തേക്ക് ഒരൊറ്റ അടി. റാവിൻ കൂട്ടങ്ങൾ ദിക്ക് തെറ്റി പാറി പറന്നു. നായ ജീവനും കൊണ്ട് അതിർത്തിയിലേക്ക് ഓടി. വെടിശബ്ദവും നായയുടെ പാച്ചിലും കേട്ട് എതിർ സൈന്യം ഭയപ്പെട്ടു. എന്തോ ആക്രമണ സൂചനയാണെന്ന് കരുതി സൈന്യം വെടിയുതിർത്തു. കുറച്ചു നേരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുണ്ടകൾ പാഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ നായ അതിർത്തിയിലേക്ക് ഓടിക്കൊണ്ടേയിരുന്നു. ഓടുന്നതിനിടയിൽ നായ കാലിലേക്ക് തുളഞ്ഞു കയറി. അവൻ മരണവേദന കൊണ്ട് പെടഞ്ഞു. ഇനി എങ്ങോട്ടെന്നില്ലാതെ ഉള്ള ജീവനും കൊണ്ട് തിരിഞ്ഞതും ഇരു സൈന്യത്തിന്റെ വെടിയുണ്ടകൾ അവന്റെ നെഞ്ചു വിളർത്തി. അങ്ങനെ അതിർത്തിയിൽ അതിർവരകൾ മായിച്ച് ഒരു ശവം തത്ത് മലന്ന് കിടന്നു. എന്നവിടെ ചെന്ന് പോയി വീടില്ല കൂടില്ല, എന്നവിടെ ചെന്ന് പിന്നെ കെട്ടാ പുര കെട്ടിച്ച്. എന്നവിടെ ചെന്ന് പോയി വീടില്ല കൂടില്ല, എന്നവിടെ ചെന്ന് പിന്നെ കെട്ടാ പുര കെട്ടിച്ച്. താനാനേ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചതിനെ പരിചയപ്പെടാം. ഗാന്ധി ആനന്ദൻ, ശിബിലി പർവത്, ശരത് മെറാക്കി, അശ്വതി രാജ്. Faculty Coordinator Vibin. Stage
designer, light design and execution, Subin. Directed by Neelam Mansingh Chowdhury. Associate Director Vajeedar Kumar. സ്നേഹം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ അഭിലാഷ് പിലേഷൻ. ലിറ്റിൽ തിയേറ്റർ ആല കൾച്ചറൽ സെന്ററുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഈ വേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആലയുടെ ഇന്നീ സായനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിറ്റിൽ തിയേറ്ററിന്റെ സ്നേഹവും നന്ദി. ഭയങ്കര അഭിമാനത്തിന്റെ നിമിഷമാണ്. 89 ഡ്രാമ സ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ട് ഞാനും 2 വർഷം കൾട്ടിന്റെ ഭാഗമായിരുന്നു. 85 ഞങ്ങൾ അവിടെ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് കൾട്ടിന്റെ പ്രതാപകാലമായിരുന്നു. പ്രതാപകാലമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള മോസ്കോ 1906 പോലെയുള്ള ഗംഭീര നാടകങ്ങൾ, ബാലേട്ടന്റെ ഏകാന്തം പോലുള്ള നാടകങ്ങളെ കണ്ടാണ് ഞങ്ങൾ ഡ്രാമ സ്കൂളിൽ നാടകക്കാരായി മാറിയിട്ടുള്ളത്. അപ്പൊ ഇടക്കാലത്ത് പല കാരണങ്ങളാൽ, സാങ്കേതിക കാരണങ്ങളും പൈസ ഇല്ലാത്തതുകൊണ്ടൊക്കെ കൾട്ട് നിന്ന് പോയിരുന്നു. വീണ്ടും കുറച്ച് വർഷങ്ങളായിട്ട് തുടങ്ങി. അപ്പൊ അത് വീണ്ടും പൂർവാധികം ശക്തിയോടെ വലിയ പ്രൊഡക്ഷൻസിലേക്ക് പോവാണ്. ഈ വർഷം 2 നാടകങ്ങളാണ്. കഴിഞ്ഞ വർഷം കോഹൗസ് എന്നൊരു പ്രൊഡക്ഷൻ നടന്നു. അതിലും ആലയ്ക്ക് സഹകരിക്കാൻ പറ്റി. ഇവിടെയാണ് അതിന്റെ കുറേ റിഹേഴ്സലൊക്കെ നടന്നത്. നല്ല രസമുള്ള പ്ലേ ആയിരുന്നു. ഇപ്പൊ 2 നാടകങ്ങൾ നടക്കുന്നു. അപ്പോൾ ആലയ്ക്ക് ഡ്രാമ സ്കൂളിനൊപ്പം ചേർന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തിനോട് തന്നെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ അതിന് വേറെ ചേർന്ന് നിൽക്കേണ്ട കാര്യം, ഇവിടെ ചേർന്ന് നിൽക്കാൻ കൊതിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതിന് പക്ഷെ ഇങ്ങോട്ടൊരു കൈനീട്ടലൊക്കെ തന്നതിന് ഇവരെ പോലുള്ള ആൾക്കാർക്ക് എല്ലാം നന്ദി പറയുന്നു. എപ്പോഴും നമ്മുടെ സഹകരണം ഉണ്ടാവുന്നു. കൂടുതൽ കാര്യങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമ മാത്രമല്ല, അത്ര ഏത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കൊതിയുള്ളൂ. ആ കൊതിക്കൊപ്പം ആൾക്കാരുണ്ടെന്നുള്ളതിന് തെളിവാണ് ഈ ഹൗസ്ഫുൾ ഓഡിയൻസ്. ഹൗസ്ഫുൾ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ചെറിയ സ്ഥലത്ത് ഇത്രയും പേര് ഹൗസ്ഫുള്ളാന്ന് പറയാൻ നെഗളിക്കാന്ന് പറയും. പക്ഷെ നെഗളിക്കാനല്ല, ചെറിയ ഇടത്തിലാണെങ്കിലും 10-50 പേരോട് വന്നു എന്നുള്ളത്. നാളെ നമ്മൾ മനഃപൂർവ്വം ചെയ്തൊരു കാര്യം, ഇവിടെ 2 ഷോ വരെ പറഞ്ഞു. അപ്പൊ 2ാമത്തെ ദിവസം ആള് വരുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു സ്വപ്നം കൂടിയായിരുന്നു ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികളോട് എത്തിക്കാൻ പറ്റുമോ. 105 പേരാണ് നാളെ വരാൻ തയ്യാറായിരുന്നത്. എവിടെ എത്തുന്നു